ബോൾഗാട്ടി ഐലൻഡിൽ നിന്നും സുന്ദരമായ ഒരു സായാഹ്ന കാഴ്ച. 1744 ഡച്ചുകാർ പണിത ഒരു പാലസ് ഇവിടെ കാണാം. ഇപ്പോൾ അതൊരു ലക്ഷറി ഹോട്ടലായി ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ധാരാളം സോഷ്യൽ ഇവൻറ്റ്സ് ഇവിടെ നടത്താറുണ്ട്. കൊച്ചിയിലെ പ്രശസ്തമായ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ഇത്. ഭാരത് ടൂറിസ്റ്റ് ഹോം അഥവാ BTH. എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായി ഇത് ലൊക്കേറ്റഡ് ആണ്. ഹോട്ടലിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. വളരെ നല്ല ക്വാളിറ്റി പുലർത്തുന്ന ഒരു ഹോട്ടലാണ് ഇത്. ഈ കാണുന്നതാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലെ കേന്ദ്രീയ വിദ്യാലയ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എന്ന പ്രശസ്തമായ സ്ഥാപനം. ഇതാ വെല്ലിംഗ്ടൺ ഐലൻഡ് ബോട്ട് ജെട്ടിയിൽ നിന്നും എറണാകുളത്തിൻ്റെ ഒരു ദൂരക്കാഴ്ച. വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് വെറും 5 മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്താൽ നമുക്ക് എറണാകുളം മെയിൻലാൻഡിൽ എത്താൻ സാധിക്കും. പോർട്ട്, പഴയ എയർപോർട്ട്, നേവൽ ബേസ്, കസ്റ്റംസ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ വെല്ലിംഗ്ടൺ ഐലൻഡിൽ ആണ്. ഇവിടെ നിന്നും വൈപ്പിനിലേക്ക്, ഫോർട്ട് കൊച്ചിയിലേക്ക്, മട്ടാഞ്ചേരിയിലേക്ക്, എറണാകുളത്തേക്ക് ബോട്ട് സർവീസസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ദൂരെ കാണുന്നതാണ് വല്ലാർപാടം ടെർമിനൽ. ഈ വല്ലാർപാടം ടെർമിനൽ ആരംഭിച്ചതിന് ശേഷം വെല്ലിംഗ്ടൺ ഐലൻഡിലെ തിക്കും തിരക്കും വളരെ കുറവായിട്ടുണ്ട്. വളരെയധികം സീനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ധാരാളം ഫിലിമുകളുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. കപ്പൽ ചാലിലൂടെ കപ്പലുകൾ പോർട്ടിൽ എൻ്റർ ചെയ്യുന്നത് വ്യക്തമായിട്ട് ഈ ബോട്ട് ജെട്ടിയിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. മന്ദഗതിയിൽ വലിയ കപ്പലുകൾ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്. എറണാകുളം സന്ദർശിക്കുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇതാണ് പോത്തീസ് എന്ന് പറയുന്ന പ്രശസ്തമായ ടെക്സ്റ്റൈൽ ഷോപ്പ്. 5-6 ഫ്ലോറുകളിലായി അതിവിസ്തൃതമായ ഒരു ഷോപ്പിംഗ് ഏരിയയാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. കാർ പാർക്കിംഗ് തന്നെ വളരെ വിശാലമാണ്. ധാരാളം കാറുകൾ അതിൽ പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസം കാലത്ത് ഇതിൽ കയറിയാൽ വൈകുന്നേരം വരെ കാണാനുള്ള കാഴ്ചകൾ ഇതിനുള്ളിലുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഒരു കഫറ്റേരിയയും ഉണ്ട്. അതുകൊണ്ട് ഈ ബിൽഡിംഗ് വിട്ട് പുറത്തു പോകേണ്ട ആവശ്യമേ വരുന്നില്ല. എറണാകുളത്തെ മറ്റൊരു പ്രശസ്തമായ ടെക്സ്റ്റൈൽ ഷോപ്പാണ് പാർക്കിംഗ് ഏരിയയാണ് ഈ കാണുന്നത്. ശീമാട്ടിയുടെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഉണ്ട്. അതിൻ്റെ ഒരു സൈഡ് തുറക്കുന്നത് ബാനർജി റോഡിലേക്കും, ബാനർജി റോഡാണ് ഈ കാണുന്നത്. മറ്റേ സൈഡ് തുറക്കുന്നത് MG റോഡിലേക്കുമാണ്. ഇനി കൊച്ചിയിലെ ഏറ്റവും പുതിയ കാഴ്ചകളിലൊന്നായ കൊച്ചി വാട്ടർ മെട്രോ കാണാൻ പോകാം. ഇതാണ് ഹൈക്കോർട്ട് ജെട്ടിയിലെ വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷനാണ് ഈ കാണുന്നത്. 2021 തുടങ്ങിയ കൊച്ചി വാട്ടർ മെട്രോ വളരെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ബോട്ട് യാത്രയാണ് ഒരുക്കുന്നത്. ബോട്ടിനുള്ളിൽ കയറിയാൽ ശരിക്കും ഒരു മെട്രോ ട്രെയിനിൽ കയറിയ പ്രതീതിയാണ് ഉണ്ടാവുന്നത്. പുറത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ബാറ്ററി പവേർഡ് ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ട്സാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഇലക്ട്രിക് ബോട്ട് മെട്രോ ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഞങ്ങൾ ഹൈക്കോർട്ട് ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ ഹൈക്കോർട്ട് ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇത് എത്തുന്നതാണ്. നല്ല ഡീസൻറ്റ് സീറ്റിങ്സാണ്. ഇഷ്ടംപോലെ ആളുകൾ അത് ഉപയോഗിക്കുന്നത്. സാധാരണ യാത്രക്കാരുമുണ്ട്, ടൂറിസ്റ്റ് യാത്രക്കാരുമുണ്ട്. എയർ കണ്ടീഷൻഡാണ് ഉൾവശം. ഇനി നമുക്ക് കൊച്ചി മെട്രോയുടെ പുറം കാഴ്ചകൾ, ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാം.
ഇത് കൊച്ചിയുടെ GCDA ഏരിയയിലത്തെ ബിൽഡിങ്സാണ് കാണുന്നത്. അങ്ങ് ദൂരെ ബോൾഗാട്ടി ഐലൻഡ് കാണാം. ബോൾഗാട്ടി ഐലൻഡും അതിലുള്ള ആ ഹോട്ടലിൻ്റെയും ഒരു പിക്ചർ കാണാം. ഗോശ്രീ പാലമാണ് ഈ എറണാകുളം മെയിൻലാൻഡിനെ ബോൾഗാട്ടി ഐലൻഡുമായി ബന്ധിപ്പിക്കുന്നത്. അതാണ് ദൂരെ കാണുന്നത്. ബോൾഗാട്ടി, വല്ലാർപാടം, വൈപ്പിൻ ഇവയെല്ലാം ആ പാലത്തിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് വല്ലാർപാടം ടെർമിനലിൽ ഷിപ്പിലേക്ക് കണ്ടെയ്നർ ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ആസ്പിൻവാൾ കമ്പനി കൊച്ചിയിലെ പ്രശസ്ത ഹെറിറ്റേജ് സൈറ്റാണ്. ഫോർട്ട് കൊച്ചിയിലെ പ്രശസ്തമായ ചീനവലകളാണ് ഈ കാണുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് ജങ്കാർ സർവീസുകളുണ്ട്, നോർമൽ ബോട്ടുകളുണ്ട്. വൈപ്പിൻ്റെയും എറണാകുളം മെയിൻലാൻഡിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു ദ്വീപാണ് ബോൾഗാട്ടി ഐലൻഡ്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് വൈപ്പിൻ ഐലൻഡാണ്. ഈ ഫോർട്ട് കൊച്ചിയുടെയും വൈപ്പിൻ ഐലൻഡിൻ്റെയും നടുവിലൂടെയാണ് കപ്പൽ ചാൽ കടന്നു പോകുന്നത്. അതിലൂടെ വലിയ വലിയ ഷിപ്പുകൾ പോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഷിപ്പ് വലിക്കാനുള്ള പൈലറ്റ് ബോട്ടാണ് ഈ കാണുന്നത്. ദൂരെ വല്ലാർപാടം ടെർമിനൽ കാണുന്നുണ്ട്. യാത്രക്കാരെല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. മനോഹരമായ കാഴ്ചകളാണ്. മുമ്പ് ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ പഴയ കാലത്ത് GCDAയുടെ ഒരു ലാൻഡ്മാർക്ക് ബിൽഡിങ്ങാണ് ദൂരത്തുനിന്ന് കാണാറുള്ളത്. ഇപ്പോൾ പുതിയ ഒരുപാട് ബിൽഡിംഗ് വന്നതിനാൽ ആ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ശോഭയെല്ലാം പോയി. ഇത് ഗോശ്രീ പാലമാണ് ദൂരത്ത് കാണുന്നത്, കണ്ടോ? ഇപ്പോൾ കൊച്ചിയുടെ പഴയ ലാൻഡ്മാർക്കെല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങി. ഇതൊക്കെ പുതിയ പുതിയ ഫ്ലാറ്റുകളാണ് വന്നിരിക്കുന്നത്. ദൂരെ കാണുന്നില്ലേ? അങ്ങനെ അതുമാതിരി വേറെ സമാനമായ പല ബിൽഡിങ്സും വന്നിട്ട് ആ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങായ GCDA ബിൽഡിംഗ് ഇപ്പോൾ വലിയ ഗംഭീരമായി കാണുന്നില്ല. ബോൾഗാട്ടി ഐലൻഡിലും ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങുകൾ നടക്കാറുള്ള ഏരിയയാണ്. വളരെ രസകരമായിരുന്നു ഈ ബോട്ട് ജേണി, ഫോർട്ട് കൊച്ചി ടു എറണാകുളം. ഇപ്പോൾ നമ്മൾ എറണാകുളം ഹൈക്കോടതി ജെട്ടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടു, ആ GCDA ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം നമുക്കിപ്പോൾ കാണാവുന്നതാണ്. ഇഷ്ടംപോലെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഈ മറൈൻ ഡ്രൈവ് ഏരിയയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നല്ല കംഫർട്ടബിളായ ഒരു യാത്രയായിരുന്നു ഈ വാട്ടർ മെട്രോയിലെ. പഴയകാല ബോട്ടുകളിലുള്ള ആഡിയോയിലും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് എയർ കണ്ടീഷൻഡ് എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്ന് യാത്ര ചെയ്ത് വരാവുന്നതാണ്. ഇതാണ് ഒരു ബോട്ട് കിടക്കുന്നില്ല, വാട്ടർ മെട്രോ ബോട്ടാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഹൈക്കോർട്ട് ജെട്ടി അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു യാത്രയായിരുന്നു. ഗുഡ്വിൽ എന്ന പ്രശസ്തമായ ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ വിശാലമായ ഷോപ്പിംഗാണ് ഈ കാണുന്നത്. അൽഫോൺസ എന്ന് പറയുന്ന വേറൊരു ഷോപ്പ് കൂടി ഇതേ ഏരിയയിലുണ്ട്. രണ്ടും കോൺവെൻറ്റ് റോഡ് ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് ഉള്ളത്. അതാണ് അൽഫോൺസ മറ്റേ ഷോപ്പ്.
ഇതാ ഇനി നമ്മൾ കാണുന്നതാണ് മറൈൻ ഡ്രൈവ് ഏരിയ, കൊച്ചി മറൈൻ ഡ്രൈവ് ഏരിയ. ഒരു കാലത്ത് ഇത്രയധികം ബിൽഡിംഗ് എല്ലാം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മറൈൻ ഡ്രൈവ് പണ്ട് കണ്ടു വരുന്ന ആൾക്കാർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുക തന്നെയില്ല, അത്രയധികം ബിൽഡിങ്ങുകൾ വർദ്ധിച്ചു മറൈൻ ഡ്രൈവ് ഏരിയയിൽ. ഇനിതാ ബ്രോഡ്വേ, പ്രശസ്തമായ കൊച്ചി ബ്രോഡ്വേ, അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി മറൈൻ ഡ്രൈവിലത്തെ സായാഹ്ന കാഴ്ച. മറൈൻ ഡ്രൈവിൽ നന്നായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു പാത്ത് വേ ഉണ്ട്. അതിലൂടെ ധാരാളം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സസൈസിന് വേണ്ടിയിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചി യാത്ര ഇവിടെ അവസാനിക്കുന്നു. വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു അത്.